എന്റെ പുതിയ സ്റ്റൈലും എന്റെ ലുക്കും കണ്ട് കണ്ണും തള്ളി അന്താളിച്ചിരിക്കുന്ന എല്ലാ 3 ജഡ്ജസിനും ഈ വേദിയിലേക്ക് സ്വാഗതം. കണ്ണ് തള്ളിയിട്ടൊന്നുമില്ല, നീ ആണെന്ന് മനസ്സിലായി. എന്തോന്നത്? പക്ഷെ ഔസേപ്പച്ചൻ സാറിന്റെ മുഖത്ത് ഒരു അന്താളിപ്പ് കാണുന്നില്ലേ? ഇല്ല ഞാൻ അന്താളിപ്പല്ല, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ സ്റ്റൈൽ എനിക്ക് വെച്ചാ അങ്ങനെ വേണ്ട സാർ, വേണ്ട. ഞാൻ പറയാൻ വന്ന കോമന്റ് വളരെ വൃത്തിയായിട്ടാണ്. സാറിന് ഈ സ്റ്റൈൽ വേണ്ട. ഇതിനാണോ മൊട്ട ബോസ് എന്നൊക്കെ പറഞ്ഞ തലൈവരെ പറ്റിയുള്ള ഒരു വലിയ വാക്കാണ് സാർ. ഞാനത് വൃഥ ഉപയോഗിക്കാറില്ല. സോറി, ഞാൻ കേട്ടത് മൊട്ട പപ്സ്. മൊട്ട ബോസ്. നീ അങ്ങനെ പലതും കേൾക്കും. മൊട്ട ബാസിന്റെ കൂടെ പറഞ്ഞപ്പോഴേ രജനീകാന്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇന്നലെ ഞാൻ വന്നത് ഞങ്ങളൊരു ഫ്ലൈറ്റിലാ ഒരുമിച്ച് അത് കണ്ടായിരുന്നു. ഇപ്പൊ എന്നെ കണ്ടപ്പോ ആ ഒരു ഓർമ്മ പുതുക്കൽ പോലെ തോന്നിയോ പിന്നെ ചേച്ചി? അല്ല, ഇങ്ങനെ കാണിച്ചു പറഞ്ഞായിരുന്നു രഞ്ജനികാന്ത് എങ്ങനെ എങ്ങനെ ഒന്നുകൂടെ കാണിക്കൂ ചേച്ചി, ഒന്നുകൂടെ കാണിക്കൂ മൊട്ട ബോസ്. ബിന്നി ചേച്ചി, നമ്മൾ എന്തായാലും നേരത്തെ തലൈവരുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതെ, ഒരു ഫോട്ടോ ഫോട്ടോ കാണിക്കാം. ഫോട്ടോ പ്ലീസ്. ആരാണ് നടക്കിയിരിക്കുന്നത്? നെൽസൺ. നെൽസൺ ഡയറക്ടർ ജയിലറിന്റെ. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ രണ്ടും ഒരേ നക്ഷത്രമാണ്. അപ്പം സാറിന് ഓർമ്മയുണ്ടത് പറഞ്ഞു. ഞാനും രജനീകാന്ത് സാറും ഒരേ നക്ഷത്രമാണ്, തിരുവോണമാണ്. പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട് സാറേ നമ്മൾ തമ്മിലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒന്ന് പേടിച്ചു, അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് December 12th ആണ് പിറന്നത്, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ അദ്ദേഹത്തിന് December 12th നക്ഷത്രം എന്റെ. അങ്ങനെ ഞാൻ രണ്ടുപേരും അതാണ്. എന്റെ ആദ്യത്തെ പടം ചന്ദ്രമുഖി, പുതിയൊരു സിംഗർ. ആരാണ് ബിന്നി കൃഷ്ണകുമാർ ആർക്കും അറിയത്തില്ല. പക്ഷെ നിത്യശ്രീ അവരെയായിരുന്നു പാടാൻ വെച്ചിരുന്നത്. പക്ഷെ പുതിയൊരു സൗണ്ട് അദ്ദേഹം വിദ്യാസാഗർ സാർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹം കൂടെ അനുവദിച്ചിട്ടാണല്ലോ എന്റെ ലൈഫ് തിരുപ്പി വിട്ടത് സാറാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല ഒരു മെമ്മറി ആയിരുന്നു അല്ലെ സാറിന്റെ കൂടെ ഉള്ള ഒരു യാത്ര. അതെ,